വെള്ളാരം കുന്ന് ഗ്രാമത്തിന് തൊട്ടടുത്തായിരുന്നു കരിങ്കാട്. സിംഹവും പുലിയുമെല്ലാം വിഹരിച്ചിരുന്ന കാടായിരുന്നു അത്. കാടിനും ഗ്രാമത്തിനും ഇടയ്ക്കുള്ള പുഴ വരെ മാത്രമേ നാട്ടിലെ മൃഗങ്ങൾ പോയിരുന്നുള്ളൂ. ആ പുഴ നീന്തിക്കടക്കാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ കൂട്ടുകാരായ 4 കാളകൾ പുഴയിൽ വെള്ളം കുടിക്കാനെത്തി. ചിമ്പു, നീ എന്താ കാട്ടിലേക്ക് നോക്കി നിൽക്കുന്നത്? അക്കരെ നല്ല പച്ചപ്പുല്ല് വളർന്നു നിൽക്കുന്നത് കണ്ടോ? അത് തിന്നാൻ കൊതിയാവുന്നു. ഈ പുഴ നീന്തിക്കിടന്ന് അക്കരയ്ക്ക് പോകുന്നത് അപകടമാണ്. വന്യമൃഗങ്ങൾ ഏത് സമയത്തും ചാടി വീഴാം. ഇപ്പോഴാണെങ്കിൽ കാട്ടാനകൾ കുളിക്കാനിറങ്ങുന്ന സമയമാണ്. നമ്മുടെ ശക്തിക്ക് മുന്നിൽ കാട്ടാനകൾക്കല്ല, സിംഹരാജാവിന് പോലും പിടിച്ചു നിൽക്കാനാവില്ല. അതൊക്കെ ശരി തന്നെ. എന്നാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. നീ ഇപ്പോ വെള്ളം കുടിക്ക്. ആ പോകുന്ന കാളകളെ കണ്ടോ? നല്ല തടിച്ചു കൊഴുത്ത കാളകൾ. ഓരോന്നിനെയായി അങ്ങ് പിടിച്ചു തിന്നണം. അതെ സിംഹരാജാവേ, പക്ഷെ അതിന് യവന്മാർ ഇക്കരയ്ക്ക് വരുന്നില്ലല്ലോ. അതെ അതെ. അതാ ആനകൾ കുളി കഴിഞ്ഞ് കാട്ടിലേക്ക് പോകുന്നു. ഇനി കുഴപ്പമില്ല, വാ നമുക്ക് പുഴ നീന്തിക്കടന്ന് പച്ചപ്പുല്ല് തിന്നാം. ആ ശരി, പക്ഷേ നല്ലപോലെ സൂക്ഷിക്കണം. 2 പേർ പുല്ല് തിന്നുമ്പോ മറ്റു 2 പേർ കാട്ടുമൃഗങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കണം. ഓക്കേ, അപ്പോ റെഡി? 1 2 3. പുഴ നീന്തിക്കടന്ന് കാളകൾ അക്കരെ എത്തി. നല്ല പച്ചപ്പുല്ല് വളർന്നു നിൽക്കുന്നത് കണ്ട് ചിമ്പു ആർത്തിയോടെ അങ്ങോട്ടോടി. ചിമ്പുവും മുത്തുവും പുല്ലു തിന്നുമ്പോൾ കല്ലനും ചിന്നനും ചുറ്റും നിരീക്ഷിച്ചു നിന്നു. ഇതെല്ലാം കണ്ട് സിംഹരാജാവ് പാറയുടെ മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു, കൂടെ കുറുക്കച്ചാരും. തേടിയ വള്ളി കാലി ചുറ്റി കാളകൾ പുഴ കടന്നു വന്നു. ഇന്നൊന്നിനെ പിടിച്ച് ശാപ്പിടാം. അയ്യോ, അതാ സിംഹം വരുന്നു. നമുക്ക് ഓടി രക്ഷപ്പെടാൻ ഇനി സമയമില്ല. എല്ലാവരും റെഡിയായി നിൽക്കാം. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ അവൻ ഇവിടുന്ന് തുരത്താം. അതെ, അല്ലെങ്കിൽ നമ്മളിൽ ഒരാളെ അവൻ പിടിച്ച് തിന്നും. എന്ത് വേണം? ഇവന്മാർ വിചാരിച്ച പോലെയല്ല. കൂട്ടത്തോടെ നിൽക്കുമ്പോ ആക്രമിക്കാൻ പോകുന്നത് മണ്ടത്തരമാണ്. തൽക്കാലം തിരിച്ചു പോകാം. സിംഹം പതുക്കെ പിന്തിരിഞ്ഞ് കാട്ടിനകത്തേക്ക് പോയി. പാലും ചുരുട്ടി പുറകെ കുറുക്കൻ. എന്നാലും രാജാവേ, വല്ലാത്ത നാണക്കേടായിപ്പോയി. കാട്ടിലെ രാജാവിനെ നാട്ടിൽ നിന്നും വന്ന 4 കാളകൾ പേടിപ്പിച്ചു. സിംഹരാജാവ് ജീവനും കൊണ്ട് ഓടി. എന്തൊരു നാണക്കേട്! അവന്മാരെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അവരെ പിടിക്കാൻ എന്റെ കയ്യിലൊരു സൂത്രമുണ്ട്. എന്തു സൂത്രം? അവർ 4 പേരും ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് അവരുടെ ശക്തി. ആ സമയത്ത് അവരെ ആക്രമിക്കാൻ പോയാ പണി പാളും. അതൊക്കെ ശരി തന്നെ. എന്താണ് നിന്റെ സൂത്രമെന്ന് പറ. ഞാൻ ആ കാളകളിൽ ഒരാളെ എന്തെങ്കിലും സൂത്രം പറഞ്ഞ് ഇക്കരേക്ക് കൊണ്ടുവരാം. ഒറ്റയ്ക്ക് നിൽക്കുന്ന കാളയെ സിംഹരാജന് പെട്ടെന്ന് ഓടിച്ചിട്ട് പിടിക്കാം. നീ ആള് കൊള്ളാവല്ലോടാ കുറുക്കച്ച. എങ്കിൽ നാളെ തന്നെ ഒരു കാളയെ നീ സൂത്രത്തിൽ ഇക്കരയ്ക്ക് കൊണ്ടുപോവാ. അതൊക്കെ കൊണ്ടുവരാം. പക്ഷേ കിട്ടിയതിന്റെ പകുതി സിംഹരാജൻ എനിക്ക് തരണം. അതെ, എനിക്ക് കിട്ടിയത് ഞാൻ ആരുമായും പങ്കിടാറില്ല. ഞാൻ തിന്ന ശേഷം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിനക്കെടുക്കാം. ശരി സിംഹരാജൻ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരാം. അല്ലെങ്കിൽ വേണ്ട, കിട്ടുന്നതിൽ പകുതി നിനക്കും തരാം. അങ്ങനെ വഴിക്ക് വാ. ശരി, നാളെ ഒരുത്തനെ ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് കൊണ്ടുവരാം. ഈ കള്ളക്കുറുക്കൻ ആ കാളകളെ കൊലയ്ക്ക് കൊടുക്കും.
എന്ത് വേണം? എനിക്കൊന്നും വേണ്ട, പക്ഷേ നിനക്കെന്ത് വേണമെന്ന് എനിക്കറിയാം. ഈ പുഴയുടെ അക്കരെ നിൽക്കുന്ന പച്ചപ്പുല്ലിലാണ് നിന്റെ കണ്ണെന്ന് എനിക്കറിയാം. പക്ഷേ സിംഹരാജാവ് നിങ്ങളെ ആ പുല്ല് തിന്നാൻ സമ്മതിക്കില്ല. നിനക്ക് ആ പുല്ല് തിന്നണമെങ്കിൽ ഞാൻ സഹായിക്കാം. ഇവനെ വീഴ്ത്താൻ എളുപ്പമാണ്. ഞാൻ പറയുന്നത് രഹസ്യമായിരിക്കണം. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നാൽ എനിക്ക് സഹായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ തനിയേ വരണം. വരാം, പക്ഷേ സിംഹരാജൻ എന്നെ കണ്ടാലോ? അതല്ലേ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞത്. ഇപ്പോ സിംഹരാജൻ ഉറങ്ങുന്ന സമയമാണ്. ഈ സമയത്ത് വന്നാൽ നിനക്ക് പുല്ല് തിന്നാം. അതിനിടയിലെങ്ങാനും സിംഹരാജൻ ഉണർന്നാൽ ഞാൻ ഉറക്കെ ഓരിയിടും. അപ്പോ നീ പുഴയിലേക്ക് ചാടി നീന്തി അങ്ങ് രക്ഷപ്പെടണം. തിന്നാൻ കൊതിയാകുന്നല്ലേ? വേഗം പോയി വയറ് നിറച്ച് തിന്നോ. ഞാൻ സിംഹരാജൻ ഉണരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കാം. ഈ സമയം സിംഹരാജൻ മരങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് മരക്കൊമ്പിൽ അണ്ണാരക്കണ്ണനും ആ കുറുക്കൻ ഒരു കാളയെ കുരുക്കി. ഇന്ന് സിംഹം അവനെ പിടിച്ച് തിന്നും. എത്രയും പെട്ടെന്ന് ഈ കാളയുടെ കൂട്ടുകാരെ വിവരം അറിയിക്കണം. കൂട്ടരെ ഓടിവാ, നിങ്ങളുടെ കൂട്ടുകാരൻ ആ സിംഹത്തിന്റെ മുന്നിൽ പെട്ടു. ആ കള്ളക്കുറുക്കൻ അവനെ ചതിച്ചു. അപ്പൊ ചിമ്പു നമ്മുടെ കൂടെ വന്നില്ലേ? വേഗം വാ, നമുക്കവനെ രക്ഷിക്കാം. അയ്യോ, കുറുക്കൻ ചതിച്ചല്ലോ. ഇനി എങ്ങനെ രക്ഷപ്പെടും? അയ്യോ സിംഹരാജാവേ, അതാ അവന്മാർ വന്നു. ഇനി രക്ഷയില്ല, ഓടിക്കോ. എന്നോട് ക്ഷമിക്കണം, ആ കുറുക്കൻ എന്നെ പറ്റിച്ചതാണ്. നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കും. വേണ്ട വേണ്ട, ഇനി നിങ്ങൾ തമ്മിലൊരു യുദ്ധം വേണ്ട. എന്തായാലും ചിമ്പു രക്ഷപ്പെട്ടല്ലോ. ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള നിങ്ങളുടെ ശക്തിയാണ് യഥാർത്ഥ ശക്തി. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം ചിക്കൻ കടകൾ മാത്രം. നാട്ടില് മുക്കിന് ചിക്കൻ കടകളായതോടെ നമ്മുടെ കാര്യം കഷ്ടത്തിലായി. പട്ടാപ്പകല് നാട്ടിലിറങ്ങിയിട്ടും കോഴി പോയിട്ട് ഒരു കോഴിത്തൂവല് പോലും കാണാനില്ല. ഇതൊരു കോഴിത്തൂവലാണല്ലോ. അപ്പോ ഈ വീട്ടിൽ കോഴിയുണ്ടെന്ന് ഉറപ്പ്. അയ്യടാ, അയ്യോ എന്റെ തല. ഇതെന്താണ്? അമ്മേ, എന്റെ ടെക്സ്റ്റ് ബുക്ക് കാണുന്നില്ല. കാണുന്നില്ലെന്നോ? നാളെ പരീക്ഷയുള്ളതല്ലേ, പുസ്തകം അവിടെ കാണും, നീ നോക്ക്. അമ്പട മിടുക്ക, നീ ആള് കൊള്ളാമല്ലോ. പുസ്തകം പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് കാണാനില്ലെന്ന്. പഠിക്കാതിരിക്കാനുള്ള പിള്ളേരുടെ ഓരോ സൂത്രങ്ങളെ. അയ്യടാ, നല്ല നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ. വാ വാ മക്കളെ വാ. ഇവിടെ ഒരുപാട് കോഴികളുണ്ടെന്ന് തോന്നുന്നു. എന്റെ ഒരു ഭാഗ്യമേ. പയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന് പറഞ്ഞതുപോലെ
ക്ഷമയോടെ കാത്തിരുന്നാൽ എല്ലാറ്റിനെയും ഒന്നൊന്നായി അകത്താക്കാം. ഓ, ഭാഗ്യം വരുമ്പോ ഒന്നിച്ചിങ് വരും ഒരു ചാക്ക് കോഴി. ഓ, ഇതിനെ എല്ലാം തിന്നണ കാര്യം ഓർക്കുമ്പോ ഹായ്. അതെ, ഇവരെ നമ്മൾ എണ്ണാൻ പഠിപ്പിച്ചല്ലോ. ഇനി നമുക്ക് ABCD പഠിപ്പിച്ചാലോ? ABCDയോ? അതെന്തോന്നാ അമ്മേ? ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. ABCD പഠിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ എങ്ങനെ പഠിപ്പിക്കും? ആര് പഠിപ്പിക്കും? അതിന് ABCD അറിയാവുന്ന നല്ലൊരു മാഷിനെ കണ്ടെത്തണം. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഓ, എന്തൊരു നടക്കാത്ത ആഗ്രഹം. എന്തായാലും ഇവർക്കിപ്പോ വേണ്ടത് ABCD അറിയാവുന്ന ഒരു മാഷിനെയാണ്. എനിക്ക് വേണ്ടതോ ഇവരെ. തൽക്കാലം ഇരു കൂട്ടരുടെയും ആഗ്രഹം നടക്കാൻ ഒരേ ഒരു വഴി മാത്രം. ഡിങ് ഡിങ്. Wow! Success! ഒരുപാട് അന്വേഷിച്ചു. പക്ഷേ ABCD പഠിപ്പിക്കാൻ പറ്റിയ ഒരാളെ പോലും കിട്ടിയില്ല. Hello! How are you, Koi Papa and Koi Mummy? Hi! Hi, children! Are you happy? കാപ്പിയോ? അമ്മേ, കാപ്പി ചോദിക്കുന്നു. കാപ്പിയും ചായ ഒന്നുമല്ല മക്കളെ. ഹാപ്പി, സന്തോഷം. ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ്. ഇംഗ്ലീഷോ? നിങ്ങളാരാണ്? ഐ ആം സോറി, എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ കുറുനരി മാഷ്. കാട്ടിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നടത്തുന്നു. ഏത് മണ്ടന്മാരെയും കുറഞ്ഞ ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞാൻ പഠിപ്പിക്കും. കഴിഞ്ഞ ബാച്ചിൽ 2 കാട്ടുകോഴി കുടുംബങ്ങളും ഉണ്ടായിരുന്നു. ഒറ്റ ഇരുപ്പിൽ ആ കുടുംബത്തെ മുഴുവൻ ABCD പഠിപ്പിച്ചവനാ ഈ ഞാൻ. പിന്നെ കാട്ടിൽ വന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ വീട്ടിൽ ഞാൻ നേരിട്ട് ചെന്നും പഠിപ്പിക്കുന്നുണ്ട്. ആഹാ, കൊള്ളാമല്ലോ. ഈ മക്കളെ ഒന്ന് ABCD പഠിപ്പിക്കാമോ? ഓ, അതിനെന്താ, അതാണല്ലോ എന്റെ ജോലി. ഇവരുടെ കാര്യം ഞാൻ ഏറ്റു, ഒപ്പം നിങ്ങളുടെയും. ഞങ്ങളുടെയോ? അല്ല, നിങ്ങൾക്കും വേണമെങ്കിൽ ABCD പഠിക്കാം. പഠനത്തിന് പ്രായം ഒരു തടസ്സമല്ലല്ലോ. അതെ അതെ. ഓ, ഞങ്ങൾ ഇനിയിപ്പോ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങളൊന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ ചെയ്തോളാം. നിങ്ങളുടെ സ്വന്തക്കാരോ അയൽവാസികളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോ. എല്ലാവർക്കും ഒന്നിച്ച് ഒറ്റയടിക്ക് അങ്ങ് ക്ലാസ് തരാം. അവരെയൊക്കെ നമുക്ക് പിന്നെ വിളിക്കാം. തൽക്കാലം മാഷ് ഈ മക്കളെ ഒന്ന് ABCD പഠിപ്പിക്കും. ഓക്കെ ഓക്കെ, മക്കളെ പഠിപ്പിക്കാം. മക്കളെ വാ, നമുക്ക് ABCD പഠിക്കണ്ടേ? A&D ant. And B-A-T bat. bat. C-A-T cat. Cat. D-O-G dog. Dog. E-L-E-P-H-A-N-D elephant. Elephant. F-A-N fan. Fan. G-U-M gum. Gum.
H-E-N hen. Hen. I-C eyes. Eyes. J-O-K-E-R joker. Joker. K. K. K-I-T-E kite. Kite. L. L. L-A-M-B lamb. Lamb. M. M-A-N-G-O mango. Mango. N. N-O-S-E nose. Nose. O. O-R-A-N-G orange. Orange. P. P-A-R-R-O-T parrot. Parrot. Q. Q-U-E-N cute. Q. R. R-A-I-N-B-O-W rainbow. Rainbow. A-B-C-D-E-F-G-H-I-J-K-L-M N-O-P-Q-R-S-T-U V-W-X-Y-Z. A B C D E F G H I J K L M N O P Q R S T U V W X Y Z. Yes. Yes. S-H-E-E-P sheep. Sheep. T. T-I-G-E your tiger. Tiger. U. U-M-B-R-E-L-L-A umbrella. Umbrella. V. V-I-O-L-A-N violin. Violin. W. W-A-T-C-H watch. Watch. X. X-R-A-Y X-ray. X-ray. Y. Y-A-K yak. Yak. Z. Z-E-B-R zebra. Zebra. A-B-C-D-E-F G-H-I-J-K-L-M N-O-P-Q-R-S-T-U V-W-X-Y-Z. A B C D E F G H I J K L M N O P Q R S T U V W X Y Z. A B C D E F G H I J K L M N O P Q R S T U V W X Y Z. A B C D E F G H I J K L M എന്നെ കുത്തിക്കൊല്ലല്ലേ എന്റെ അമ്മോന്റെ അപ്പോന്റെ അയ്യോ. കുഞ്ഞിക്കുട്ട എങ്ങോട്ടാ ഈ കൊത്തി തിന്ന് കേറി പോണത്? കൂട്ടം വിട്ട് പോവല്ലേ? കൂട്ടം വിട്ട് പോയാലെന്താ, എല്ലാവരുടെയും കൺവെട്ടത്തു തന്നെ ഞാനുണ്ടല്ലോ. ഞങ്ങൾ അമ്മമാര് നിങ്ങളുടെ 4 വശത്ത് നിന്നും നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കുന്നത് കൊണ്ടാ ആരും നിങ്ങളെ ഉപദ്രവിക്കാത്തത്. ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ എപ്പോഴും അമ്മമാരുടെ ഉപദേശം കേട്ട് നടന്നു ഞങ്ങൾക്ക് ബോറടിച്ചു. ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ഓടി രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ ഞങ്ങൾക്കറിയാം. അതെല്ലാം നിങ്ങളുടെ വെറും തോന്നലുകളാ. റാഞ്ചി കൊണ്ടുപോകാൻ ശത്രുക്കളെ തക്കാൻ പാർത്തിരിക്കുക. നിങ്ങൾ വലുതായി കഴിയുമ്പോ സ്വാതന്ത്ര്യത്തോടെ എവിടെ വേണേലും ചിക്കിച്ചികഞ്ഞ് നടക്കാലോ. എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് മൈതാനത്തിൽ പോയി കളിക്കണം. അത് നടക്കില്ല മക്കളെ. ഞങ്ങളില്ലാതെ നിങ്ങൾ എവിടേക്കും പോകുന്നില്ല. പോവും, നമ്മൾ മൈതാനത്ത് പോവും. അമ്മമാരെ കൂടെ വരണ്ട. മക്കളെ പോകല്ലേ, നിൽക്ക്. അമ്മമാരുടെ വാക്കുകൾ അനുസരിക്കാതെ ധിക്കരിച്ചു പോകുന്നവര് അനുഭവം കൊണ്ട് പഠിക്കട്ടെ. അല്ല പിന്നെ മക്കളെ, അനുസരണക്കേട് ആപത്ത് വരുത്തും, ഓർത്തോ. സാരമില്ല, രക്ഷപ്പെടാൻ ഞങ്ങൾക്കറിയാം.
കുട്ടികളുടെ പിന്നാലെ എപ്പോഴും ഉണ്ടാവണമെന്ന് നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ? ഞങ്ങളിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ ആ ദുഷ്ടൻ പരുന്ത് ഈ കുഞ്ഞുങ്ങളെ... ഇതിനെല്ലാം കാരണം അനുസരണയില്ലാത്ത ഇവരാ. അമ്മമാരെപ്പോഴും ഇവരുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നെന്നാ പരാതി. ആ, പിള്ളേരെല്ലാം ഇങ്ങ് വന്നേ. അമ്മമാര് പിന്നാലെ നടന്ന് ശല്യം ചെയ്യുവാണെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? യവനാ പറഞ്ഞത്. ഏയ് ഞാനൊന്നുമല്ല, അവനാ പറഞ്ഞത്. മാതാപിതാക്കൾ കൂടെ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി ഞങ്ങൾ അമ്മമാരെ ധിക്കരിച്ച് ഒന്നും ചെയ്യില്ല. മക്കളെ, അനുസരണക്കേട് ആപത്ത് വരുത്തും. അതുകൊണ്ട് മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കണം. ഹോ, ആ പൂവൻ കോഴികൾ വന്നില്ലായിരുന്നെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഞാൻ റാഞ്ചിയെടുത്ത് പറഞ്ഞേനെ. കഴിഞ്ഞുപോയത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് കരുതി സന്തോഷിക്കേ. സന്തോഷിക്കാനോ? ആ തടിയൻ പൂവൻ കോഴികൾ എന്റെ പുറത്ത് കയറിയിരുന്ന് ഈ തലയാണ് കൊത്തിപ്പൊളിച്ചത്. ഹോ, വേദന സഹിക്കാൻ പറ്റണില്ല എന്റെ കൂമനാശാനേ. ആ കോഴികളുടെ ശക്തി കരുത്തരായ ആ 2 പൂവൻകോഴികളാണ്. അവര് കൂടെയുള്ളപ്പോൾ ഒരു കോഴിക്കുഞ്ഞിനെ പോലും നിനക്ക് തൊടാൻ കഴിയില്ല. ഹോ, എന്റെ ഒരവസ്ഥ ഇങ്ങനെയാണേ. പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. ആ പൂവൻകോഴികളെ തമ്മിൽ തല്ലിച്ച് അകറ്റിയെങ്കിൽ മാത്രമേ നീ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കൂ. ആശാനെ, അവരെ തമ്മിൽ തല്ലിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വഴിയുണ്ടല്ലോ. എല്ലാം ഈ കൂമനാശാൻ നിനക്ക് പറഞ്ഞു തരാം. പരുന്ത്, നിനക്ക് ഇന്നലെ കിട്ടിയതൊന്നും മതിയായില്ലേടാ? മതിയായേ. നിങ്ങൾ 2 കൂടി ഒറ്റ ദിവസം കൊണ്ടല്ലേ എന്നെ മര്യാദക്കാരനാക്കിയത്. നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. സമ്മതിച്ചാ നിനക്ക് കൊള്ളാം. നിങ്ങൾ 2 പേരിൽ ആരാണ് നേതാവ്? നേതാവോ? ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നുമില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു നേതാവ് ഉണ്ടാവും. ഏറ്റവും ശക്തനായ ഒരു നേതാവ്. നിങ്ങൾ 2 പേരിൽ ഏറ്റവും കരുത്തുള്ളത് ആർക്കാണോ അവനായിരിക്കും ആ നേതാവ്. ഇനി പറ, നിങ്ങൾ 2 പേരിൽ ആർക്കാണ് ഏറ്റവും കരുത്ത്? ഏറ്റവും കരുത്ത് അങ്കവാലൻ മാമനാണ്. അല്ല, ഏറ്റവും കരുത്ത് തങ്കവാലൻ മാമനാണ്. ഞങ്ങൾ ഒരേപോലെ ശക്തരാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ. എല്ലാ കൂട്ടത്തിലും ബുദ്ധിയും ശക്തിയും കൂടുതലുള്ള ഒരാൾ ഉണ്ടാകും. നിങ്ങളുടെ ഇടയിൽ തന്നെ 2 അഭിപ്രായമാണ്. അതുകൊണ്ട് ഏറ്റവും കരുത്തനാരാണെന്ന് നിങ്ങൾ തന്നെ പറ. ഏറ്റവും കരുത്തൻ ഞാനാണ്. നീയോ? വേണമെങ്കിൽ ഒന്ന് മുട്ടി നോക്കാം. അപ്പോൾ അറിയാം ആർക്കാണ് ശക്തിയെന്ന്. എന്നാൽ അതൊന്നും അറിയണമല്ലോ. അങ്ങനെ അങ്ങനെ കൊതിച്ചു പൊങ്ങി പറന്നു നിന്ന് പരുന്തിന്റെ ദുരുദ്ദേശം മനസ്സിലാക്കാതെ പരസ്പരം കൊത്തുകൂടിയ ആ പൂവൻകോഴികൾ അറിവില്ലായ്മ കൊണ്ട് തങ്ങൾക്കും കൂടെയുള്ളവർക്കും വലിയ നാശം ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. കൊത്തി 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 കീറി. ആദ്യം ചാവാറായ ഈ അങ്കവാലനെ തന്നെ കൊണ്ടുപോകാം. എത്ര എളുപ്പത്തിലാണ് കാര്യം സാധിച്ചത്. ആ കൂമനാശാന്റെ ബുദ്ധി അപാരം തന്നെ.
തലവച്ചുപാറ ഗ്രാമനിവാസികൾക്ക് പട്ടണത്തിലെത്തണമെങ്കിൽ വനപാതയിലൂടെ ഏറെ ദൂരം സഞ്ചരിക്കണമായിരുന്നു. ഈ വനപാതയിൽ ആളുകളെ കൊള്ളയടിച്ചിരുന്ന 2 കൊള്ളക്കാരുണ്ടായിരുന്നു. ഇങ്ങനെയാണേൽ ആശാന്റെ പേരും ഈ ഞാൻ എഴുതി ചേർക്കും. എവിടെ? ചായക്കടയിലെ പറ്റുബുക്കിലാണോ? അല്ല ആശാനെ, പഞ്ചതന്ത്രം കഥയില് ആശാൻ ഒരു സംഭവമല്ലേ? കരടിതന്ത്ര കഥകൾ എന്ന പേരിൽ നീ പുതിയതൊന്ന് എഴുത്. എന്റെ വീരസാഹസിക കഥകൾ എല്ലാരും അറിയട്ടെ. അതിബുദ്ധിമാനും ശക്തനുമായ അങ്ങ് ഒറ്റയടിക്ക് ഒരു മാൻകിടാവിനെ നിലത്തു വീഴ്ത്തിയെന്ന് ആദ്യ വരിയായി കുറിക്കട്ടെ. അതിന് ഞാൻ ഇതുവരെയും ഒരു മാൻകിടാവിനെയും ഒറ്റയടിക്ക് വീഴ്ത്തിയിട്ടില്ലല്ലോ. ഇല്ല, പക്ഷേ ആശാനെ വീരനായകനാക്കാൻ നമ്മൾ ചുമ്മാതങ്ങ് എഴുതുവല്ലേ? അത് ശരി, ചുമ്മാ ചുമ്മാ. എന്നാ പിന്നെ ഈ കരടി ആശാൻ ഒറ്റയടിക്കൊരു സിംഹത്തെ വീഴ്ത്തിയെന്ന് ചുമ്മാതങ്ങ് കീച്ച്. എന്തായാലും താൻ എഴുതുന്നത് നുണയാണല്ലോ. ഓ, സിംഹം, ആശാന്റെ ആശ കൊള്ളാം. അത് വേണ്ട, സിംഹത്തെ തൊട്ടുള്ള കളി വേണ്ട. സിംഹരാജൻ ഈ കഥ വായിച്ച നമ്മുടെ കാര്യം കട്ടപ്പോക. ആരോ വരുന്നുണ്ട്. ആശാനെ, വിടരുതവരെ. വരൂ, എല്ലാം നമുക്ക് തട്ടിയെടുക്കണം. ഒറ്റയടിക്ക് ഞാൻ വീഴ്ത്തട്ടെ അവരെ. ആശാൻ അതിന് കഴിയും. ആശാനെ കൊണ്ടേ കഴിയൂ. അയ്യോ, കരടി കരടി എന്നെ കൊല്ലാൻ വരുന്നേ. എന്റെ പൊന്നടാവേ, പണിപാളിയല്ലോടാ. എന്താ ആശാനെ? ഇത് മുഴുവൻ ചുള്ളിക്കമ്പാണല്ലോടാ. ചുള്ളിക്കമ്പോ? എന്റെ പൊന്നാശാനെ, ഇത് കരിമ്പാ. ഇരുമ്പോ? ഓ, ഇരുമ്പല്ല, കരിമ്പ്. നല്ല മധുര കരിമ്പ്. ഓഹോ, ആഹാ. എന്നാൽ ഇന്നത്തെ കാര്യം കുശാൻ. യാത്രക്കാരിയായ സ്ത്രീയെ ഭയപ്പെടുത്തി ഓടിച്ച് അവര് കച്ചവടത്തിനായി കൊണ്ടുപോയ കരിമ്പ് മുഴുവൻ കൈക്കലാക്കിയ കരടി ആശാനും കുറുക്കനും അടുത്ത ദിവസം പുതിയ ഇരയെയും കാത്തിരിപ്പായി. ഇന്നലെ കഴിച്ച ഇരുമ്പ് ഇനിയും കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ കുറുക്കച്ച? ഹോ, മണ്ടൻ. ഇരുമ്പല്ല ആശാനെ, കരിമ്പ്. സാരമില്ല, ബുദ്ധിയില്ലേലും ശക്തി ഉണ്ടല്ലോ. എന്താടോ പറഞ്ഞേ? അല്ല, ഭയങ്കര ബുദ്ധിയാണെന്ന് പറയായിരുന്നു. ആശാൻ കരടിയല്ല, കയറ്. അല്ല, പയറാണ്. പയർ. പയറോ? എന്ത് പയറ്? പയറല്ല ആശാനെ, പയർ. തീ. ഒരാള് വരുന്നുണ്ട്. ആശാനെ, ചാടി വീഴ്. ചാടി വീണ് കൈയും കാലും ഓടിക്കാനൊന്നും ഞാനില്ല. എന്നാ പതിയെ ചെന്ന് അയാളെ പിടിക്ക്. അയ്യോ, ഈ വഴിയിൽ മൃഗങ്ങളുടെ ഉപദ്രവം ഉണ്ടെന്ന് ആളുകൾ പറയുന്നത് ശരിയാണല്ലോ. അയ്യോ, രക്ഷിക്കണേ, അയ്യോ. വിളിച്ചോ വിളിച്ചോ. എത്ര വിളിച്ചു കൂവിയാലും തന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും വരില്ല. ആ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെടുന്നതാണ് നിനക്ക് നല്ലത്. ഇത് എവിടുന്നാണ് നല്ല കാട്ടുതേനിന്റെ മണം? ആശാനെ, ഈ പാത്രത്തിൽ നിന്നാണെന്ന് തോന്നുന്നു. നോക്കട്ടെ.
ഹായ് നല്ല തേൻ. ഹാ, തേൻ തുള്ളി, ഹായ് തേൻ തുള്ളി, മധുരം മധുരം തേൻ തുള്ളി, ഹായ് ഹായ് ഹായ്. ആശാനെ, എനിക്കും തായോ. വനപാതയിലൂടെ വരുന്ന ആളുകളെ കൊള്ളയടിച്ചുകൊണ്ടുള്ള കരടി ആശാന്റെയും കുറുക്കന്റെയും കാട്ടിലെ സുഖവാസം മുന്നോട്ടു പോകവേ ഒരു ദിവസം, കുറുക്കച്ച, നമ്മുടെ താവളം ഒന്ന് മാറ്റിപ്പിടിച്ചാലോ? വല്ല പുതിയ താവളവും കണ്ടുപിടിക്കണം. വേണ്ട ആശാനെ, ആശാനുള്ളപ്പോ ഏത് ഇരയെയും നമ്മൾ കീഴടക്കും. നമുക്ക് ഈ താവളം തന്നെ മതി. കുറുക്കച്ചോ, താനത് കണ്ടോ? എന്തോ തൂക്കിപ്പിടിച്ചോണ്ടൊരാൾ വരുന്നുണ്ട്. ആശാനെ, അയാളുടെ കയ്യിലിരിക്കുന്ന ചാക്കിനകത്ത് കാട്ടുതേനാണെന്ന് തോന്നുന്നു. ഹോ, വീണ്ടും തേൻ. ആളുകൾ എന്നും ഇങ്ങനെ തേൻ കൊണ്ട് വന്നിരുന്നെങ്കിൽ. ആശാന്റെ ഭാഗ്യം. എന്നും ഈ വഴി കോഴിയുമായി ആരെങ്കിലും വരണേ എന്നാണ് എന്റെ ചിന്ത. ഒരു കരടിയും കുറുക്കനും വഴിയിൽ നിൽപ്പുണ്ടല്ലോ. ഇവരാണോ ഇതുവഴി പോകുന്നവരെ ഉപദ്രവിക്കുന്നത്? എങ്കിൽ ഇവർക്കിട്ടൊരു പണി കൊടുക്കണം. അയാൾ ഓടുന്നു. അയാളുടെ കയ്യിൽ നിന്ന് വഴിയിൽ എന്തോ വീണിട്ടുണ്ടല്ലോ. വേഗം വാ, നമുക്ക് നോക്കാം. ആഹാ, നല്ല തേൻ. തേനോ? നോക്കട്ടെ. ഇത് ശരിക്കും തേൻ തന്നെ. ഇതിനിത്തിരി കനം കൂടുതലുണ്ടല്ലോ. ചിലപ്പോ വൻതേനായിരിക്കും. ഹായ് ഹായ്, എന്തൊരു മധുരം, എന്താ ടേസ്റ്റ്. ഇതിന് ഒട്ടലുണ്ടല്ലോ. ഇത് തേനോ പശയോ? അയ്യോ, അമ്പട ആശാനെ, എനിക്ക് തരാതെ തേൻ കുടിച്ചു മത്ത് പിടിച്ച് കിടക്കുവാണല്ലേ. എനിക്കും വേണം തേൻ. ആഹാ, തേൻ കുടിച്ചു മത്ത് പിടിച്ചപ്പോ എന്നോട് എടുക്കരുതെന്നോ അമ്പടാ. അയ്യോ പശ. നാളുകളായി അനേകരെ കൊള്ളയടിച്ച് സുഖിച്ചു കഴിഞ്ഞിരുന്ന കരടിയും കുറുക്കനും അന്നൊരു കാര്യം മനസ്സിലാക്കി. മറ്റുള്ളവരോട് ചെയ്യുന്ന ദ്രോഹത്തിന് ഒരിക്കൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കിട്ടുമെന്ന്.